ബിജെപിയുടെ വളർച്ച കണക്കുകൂട്ടലിനപ്പുറമെന്ന് സിപിഐ. അധികാരം ഉപയോഗിച്ച് സമഗ്ര മേഖലയിലും ബിജെപി കടന്നു കയറിയതായും സംസ്ഥാന സമ്മേളനത്തിന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു. സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴ കളർകോട് തുടക്കമായി. ഭാവി ഇന്ത്യക്ക് കമ്മ്യൂണിസ്റ്റ് ഐക്യം അനിവാര്യമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ ആവർത്തിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയം ആവർത്തിക്കുമെന്നും രാജ പറഞ്ഞു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, ബിജെപിയുടെ വളർച്ച അത് കണക്കുകൂട്ടലിനപ്പുറമാണ് എന്ന് പറയുന്ന കരട് രാഷ്ട്രീയ പ്രമേയം, ഇതടക്കമുള്ള മറ്റ് വിശദാംശങ്ങൾ. 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി അതിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനത്തിലാണ് സിപിഐ സംസ്ഥാന സമ്മേളനത്തിലാണ് ആലപ്പുഴ വേദിയായിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് കാനം രാജേന്ദ്രൻ നഗറിലാണ്. എന്തായാലും സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്ന് അല്പസമയത്തിനകം തന്നെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ബിജെപിയുടെ വളർച്ച കണക്കുകൂട്ടലിലും അപ്പുറമാണ് എന്നൊരു വിലയിരുത്തലിലേക്കാണ് ആ രാഷ്ട്രീയ പ്രമേയം പോകുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അത്തരത്തിൽ ഈ ഫാസിസ്റ്റ് നയങ്ങളെയും ബിജെപിയുടെ ഫാസിസ്റ്റ് ആധിപത്യത്തെയും പിടിച്ചുകെട്ടുന്നതിന് വേണ്ടി സംഘടിതമായ ഇടത് ശക്തികൾ ഒന്നിക്കണമെന്നുള്ള ആവശ്യം ഇവിടെയും ആവർത്തിക്കപ്പെട്ടു. സിപിഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡി രാജത്തിനെയാണ് അത്തരത്തിലൊരു കാര്യം ഇന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ അക്കാര്യം ആവശ്യപ്പെട്ടത്. കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ മാത്രം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പുകളിൽ പ്രതീകാത്മകമായ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന രീതി ഒഴിവാക്കണം, അത് അവസാനിപ്പിക്കണം. മാത്രമല്ല താഴ്ത്തട്ടിലേക്ക് ഇറങ്ങി ആഴത്തിലുള്ള പ്രവർത്തനമാണ് ആവശ്യമുള്ളതെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളും പ്രത്യേകിച്ച് സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ വരുന്ന പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ പ്രവർത്തന റിപ്പോർട്ടിനുള്ള ചർച്ച ആരംഭിച്ചു കഴിയുമ്പോഴേ അത്തരം കാര്യം പ്രവർത്തന റിപ്പോർട്ടിൽ എന്തായാലും അത്തരത്തിൽ ആഴത്തിലുള്ള വിമർശനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് പ്രവർത്തകർ പ്രതിനിധികൾ ചർച്ചയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അത്തരം വിമർശനങ്ങളൊക്കെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പരമ്പരാഗത വ്യവസായങ്ങളോട് കാണിച്ചു വരുന്ന ഒരു സർക്കാരിന്റെ മുൻഗണനാ ക്രമത്തിലൊക്കെ വരുന്ന പാളിച്ചകൾ, കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പരിഗണനയിൽ വരുന്ന ഇടത് സർക്കാരിന്റെ പരിഗണനയിൽ വരുന്ന പ്രത്യേകിച്ച് സിപിഎം കൈക്കൊള്ളുന്ന ഒരു മുൻഗണന കാര്യങ്ങൾക്ക് നൽകുന്ന മുൻഗണനയിലുള്ള ക്രമത്തിൽ വരുന്ന പാളിച്ചകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം എം ആർ അജിത്കുമാറിന്റെ വിഷയവും ഇത്തവണയും വിമർശനമായി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അത് മാത്രമല്ല, നമുക്കറിയാം ആലപ്പുഴയിലാണ് സമ്മേളനം നടക്കുന്നത്. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ, കള്ള് വ്യവസായത്തിൽ ഉണ്ടായിട്ടുള്ളത്, കയർ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള പരമ്പരാഗത തൊഴിലാളി വർഗം നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ എന്തായാലും ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രായപരിധി അടക്കമുള്ള കാര്യങ്ങളിലും ചില നിർണായകമായ തീരുമാനങ്ങൾ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതടക്കമുള്ള വിഷയങ്ങളിലുമൊക്കെ അത്ര നിർണായകമായ തീരുമാനങ്ങളും ഇന്ന് വരുന്ന സംഘടനാ റിപ്പോർട്ടിന്മേൽ, പ്രവർത്തന റിപ്പോർട്ടിന്മേൽ അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും 538 പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞിരിക്കുകയാണ്. ഉദ്ഘാടന സെഷൻ കഴിഞ്ഞു. രാവിലെ വയലാറിൽ നിന്നും വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും കൊണ്ടുവന്ന ദീപശിഖ പുനപ്രയിൽ നിന്നും വനിതാ അത്ലറ്റുകൾ ഏറ്റുവാങ്ങി. അവരിൽ നിന്നുമാണ് ഇപ്പോൾ സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ കാനം രാജേന്ദ്രൻ നഗറായ ഈ സമ്മേളന നഗരിയിൽ, കളർകോടത്തെ ഈ സമ്മേളന നഗരിയിൽ ആ ദീപശിഖ പകർന്നത്. പിന്നീട് ആണ് ഉദ്ഘാടന സെഷൻ നടന്നത്. ഉദ്ഘാടന സെഷൻ പങ്കെടുത്തുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അഖിലേന്ത്യാ സെക്രട്ടറി ഡി രാജയായിരുന്നു. ഇത്തരത്തിൽ നമുക്കറിയാം നിലവിലത്തെ സാഹചര്യങ്ങൾ ഒരുപാട് ആക്ഷേപങ്ങൾ, ലോക്കം വർധനം അടക്കമുള്ള വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. കൊല്ലവും എറണാകുളവും പത്തനംതിട്ടയും അടക്കമുള്ള സമ്മേളനങ്ങളിൽ രൂക്ഷമായ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു വന്നിരുന്നു. അത്തരം വിമർശനങ്ങളൊക്കെ ഉയരുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും നിലവിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക്
ബിനോയ് വിശ്വം തന്നെ തുടരുമെന്നുള്ള അത്തരം കാര്യങ്ങളൊന്നും യാതൊരു തർക്കവുമില്ലാതെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള. ഏതെങ്കിലും തരത്തിലുള്ള മത്സരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ സമ്മേളനം സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ള സൂചന നേരത്തെ തന്നെ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്തായാലും അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് വിഭിന്ന സ്വരങ്ങൾ ഉയർന്നു വന്നിരുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയും ഇടപെടൽ നടത്തിക്കൊണ്ട് അനുനയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് പരിഹരിച്ചുകൊണ്ടാണ് ഇങ്ങനെ സമ്മേളന വേദിയിലേക്ക് CPI ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളാണ് ഏറ്റവും നിർണായകമായുള്ളത്. പ്രതിനിധി സമ്മേളന സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച, ഒപ്പം തന്നെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളിലൊക്കെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഉയർന്നു വരുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. സമ്മേളന നഗരിയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാവി ഇന്ത്യക്ക് കമ്മ്യൂണിസ്റ്റ് ഐക്യം അനിവാര്യമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ CPI ജനറൽ സെക്രട്ടറി D. രാജ ആവർത്തിച്ചു പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് വരാം. Is there? We will save India. We will save democracy. That message we must give to the people of the country. So our party Congress should emerge as a Congress of hope and determination to the people. Same way, the present State Conference of Kerala should emerge as a conference of hope for the future of Kerala.